കുറെ നാളായല്ലോ എന്ന് കരുതി രാവിലെ തന്നെ വെയിറ്റ് ചെക്ക് ചെയ്തു. 54.3 കണ്ടപ്പോഴേ എന്റെ കിളി പാറി. സാരമില്ല, വെയിറ്റ് കുറച്ചേക്കാം. 53 എന്റെ മാക്സിമം വെയിറ്റ് ആണ്, അതിലും കൂട്ടാറില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വരുന്നത് എനിക്കൊരു പ്ലാൻ ഉണ്ടാവും, ഇന്ന് എന്ത് ചെയ്യണം, എന്തുണ്ടാക്കണം എന്നൊക്കെ. രാവിലെ തന്നെ ആ ഉണങ്ങിയ പാത്രങ്ങൾ അതിന്റേതായ സ്ഥലത്തേക്ക് വെച്ചില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം എന്റെ പണികളൊന്നും അങ്ങ് നീങ്ങില്ല, നല്ല പോലെ മൂടും പോവും. അതുകൊണ്ട് മൂട് കളയേണ്ട നമുക്ക് അതങ്ങ് ചെയ്തേക്കാമല്ലേ. പാത്രങ്ങളൊക്കെ അതിന്റേതായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമാണ് കേട്ടോ എനിക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് ആണ്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിലും കുക്ക് ചെയ്യാതെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ദാ ഈ ഒരു ഷീറ്റ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഒരു സൈഡ് സ്റ്റൗവേ ഞാൻ യൂസ് ചെയ്യുള്ളൂ എന്ന് ഉറപ്പുള്ളപ്പോൾ ഈ ഷീറ്റ് ഞാൻ അങ്ങ് വിരിച്ചിടും. കുക്കിംഗ് കഴിയുമ്പോഴുള്ള ക്ലീനിങ് ആഹാ ഈസി പീസി ആവും. ഈ ഉപ്പുമാ റെഡി ആവുമ്പോഴത്തേക്കും നമുക്ക് സിങ്ക് ഫ്രീ ആക്കിയേക്കാം. അല്ലെങ്കിൽ പിന്നെ സിങ്ക് കരയും, ഈ പാത്രങ്ങളുടെ വെയിറ്റ് ചുമന്ന് ക്ഷീണിക്കുന്നത് കൊണ്ട്. സിങ്കിന്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഉപ്പുമാവ് റെഡിയായി. അയ്യോ, മുട്ടക്കറി അല്ലാട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. ഈ മുട്ട റോണുവിന്റെ സ്നാക്കാണ്. പിന്നെ ദാ ഈ ഹോട്ട് ഡോഗ്, അത് റോണുവിനുള്ള ലഞ്ചാണ് കേട്ടോ. ഇത് ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഹാപ്പി ആയിട്ട് ലഞ്ച് കഴിച്ചോളും. ഇതിങ്ങനെ വരയുന്നത് അതിനകത്ത് നന്നായിട്ട് മസാല പിടിക്കാനാണ് കേട്ടോ. ഞാൻ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളൂ, അതാണ് അവർക്ക് ഇഷ്ടം. പിന്നെ ദാ ഈ ഒരു ക്ലീനിങ്ങും കൂടി കഴിയുമ്പോൾ ശ്വാസം ഒന്ന് വിടാം. റോയിച്ചിനും കുട്ടികളും പോയി കഴിയുമ്പോൾ എനിക്ക് ലഞ്ചിന്റെ കുക്കിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ എന്തിനാ ഇത് ക്ലീൻ ആക്കണേന്ന് നിങ്ങൾ വിചാരിക്കും, എനിക്കും അത് അറിഞ്ഞുകൂടാ. എനിക്ക് ക്ലീൻ ആക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് കുക്ക് ചെയ്യാൻ തോന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ ഞാൻ കുക്കിംഗ് ഉള്ളൂ. അന്നേരം വരുമ്പോൾ ഇത് ക്ലീൻ അല്ലെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നില്ല. എന്തായാലും സ്നാക്കും ചായക്കും ഉള്ളതും എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ ദാ ഈ ഒരു സ്നേഹപ്രകടനം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് എന്നും. ബുക്ക് വായിക്കണോ മോർണിംഗിൽ തന്നെ? ഐറൂസ് ബുക്കാണോ വായിക്കണേ? കുഞ്ഞു ബേബി സ്റ്റോറീസ് വായിച്ചോണ്ടിരിക്കണ മോർണിംഗിൽ തന്നെ. എല്ലാ ദിവസവും ആ ഒരു റോണു വേഴ്സസ് അമ്മ സ്നേഹപ്രകടനം മസ്റ്റ് ആണ് കേട്ടോ. ഐറു ആയിട്ടുള്ളത് കുറച്ച് കരച്ചിൽ സ്നേഹമായതുകൊണ്ട് അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അവർക്ക് പിന്നെ ഉപ്പുമാവും പഴവും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോയി കേട്ടോ. റോങ്കുണ്ടിന് പുഴുങ്ങിയ മുട്ടയിൽ ഉപ്പും കുരുമുളകും ഇട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. പിന്നെ നമ്മുടെ ഹോട്ട് ഡോഗ്, അത് ദാ ചപ്പാത്തിയിൽ പൊതിഞ്ഞ് ലഞ്ചും റെഡിയാക്കി. പിന്നെ നമ്മുടെ ഐറൂട്ടി അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ അവൾക്ക് 2 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ സ്നാക്ക് മാത്രം മതി. സോ ഗ്രേപ്സ് കഴുകിയെടുത്ത് ഡപ്പയിലിട്ടപ്പോൾ ആ പണിയും അങ്ങോട്ട് തീർന്നു. കണ്ണിന്റെ അവിടെ ചെയ്തൊക്കെ ഐസ് കാണുന്നില്ലല്ലോ ശരിക്കും. ഓക്കെ ആണോ കാണാൻ? ഫുൾ സെറ്റാണ്. പോകുന്ന ടൈമിൽ വെറുതെ ഒരു ബൈ മാത്രം പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉമ്മയും കെട്ടിപ്പിടുത്തവും സ്നേഹവും ഒക്കെ മസ്റ്റാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും അതിപ്പോ ശീലമായി. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താലേ കാര്യം. എന്റെ ലൈഫ് ഇതൊക്കെയാണ് കേട്ടോ. ഇന്നങ്ങനെ ആ പിള്ളേരെയൊക്കെ വിട്ടിട്ട് വന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റോയിച്ചിനും ഉണ്ട് കേട്ടോ എന്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ അയവർക്കുന്നുണ്ട്. വേറൊന്നും ആയിരിക്കില്ല, ഫ്യൂച്ചർ പ്ലാൻസ് ആവും. അങ്ങനെ റോയിച്ചിനും പോയി. ഇനിയാണല്ലോ മെയിൻ കാര്യം. ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയും പയറുമെഴുക്ക് വരട്ടിയും ആണ് കേട്ടോ. ഇന്നലെ വെച്ച മീൻകറിയും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്റെ ലഞ്ച് ഇന്ന് ഉഷാറായിരിക്കും. ഇങ്ങനെയാണോ മോരുകറി ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കുക്കിംഗ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ കുക്കിങ്ങിൽ ഞാനൊരു ഊടായ്പിന്റെ ഉസ്താദാണ് കേട്ടോ. എത്രയൊക്കെ ഊടായ്പത്തരം കാണിച്ചാലും റോയിച്ചും പറയാറുണ്ട് എന്റെ മോരുകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണെന്ന്. വല്ലപ്പോഴും മലയാളിക്കടയിൽ പോകുമ്പോൾ വെള്ളരിക്ക കിട്ടിക്കഴിഞ്ഞാൽ വെള്ളരിക്ക ഇട്ട മോരുകറി ആയിരിക്കും കേട്ടോ വീട്ടിലെ സ്പെഷ്യല്. വെള്ളരിക്ക ഇട്ട മോരുകറിക്ക് ഒരു വേറെ തന്നെ ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളരിക്ക കടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പയറിന്റെ മെഴുക്കുവരട്ടിയാണ്. ഇതും റോയിച്ചിന്റെ ഫേവറേറ്റ് ആണ്. മോരുകറി എപ്പോ ഉണ്ടാക്കിയാലും ഒരു മെഴുക്കുവരട്ടി അത് നിർബന്ധമാണ്. അത് പയറിന്റെയോ പൊട്ടറ്റോയുടെയോ ഒക്കെ ആവാട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ വീട്ടിൽ ചെലവാകുന്നത് പയറുമെഴുക്കുവരട്ടിയാ മോരുകറിയുടെ കൂടെ. അതുകൊണ്ട് തന്നെ മോരുകറി ഉണ്ടാക്കിയാൽ പയറുമെഴുക്കുവരട്ടി മസ്റ്റ്. എന്തെളുപ്പം കഴിഞ്ഞു നോക്കിക്കേ. പയറുമെഴുക്കുവരട്ടിയും റെഡിയായി, മോരുകറിയും റെഡിയായി. ഇനിയിപ്പോ എന്താ, ആസ് യൂഷ്വൽ സിങ്ക് കരയാൻ തുടങ്ങിയ വെയിറ്റ് കാരണം പാത്രങ്ങൾ കിടന്നിട്ടേ അതെല്ലാം കഴുകി വെക്കുക, സ്റ്റൗ ടോപ്പ് ക്ലീൻ ആക്കുക, കിച്ചൺ വൃത്തിയാക്കുക, പേരെയൊന്ന് അടിച്ചും കൂടി ഇട്ടാൽ ഡണ്ടണാക്ക ഡൺ, മോർണിംഗ് റുട്ടീൻ ഡൺ ആവും. സ്റ്റൗ ടോപ്പ് ക്ലീൻ ആക്കുമ്പോൾ ചിലരൊക്കെ ആ ടോപ്പ് മാത്രമായിട്ടോ ക്ലീൻ ആക്കുള്ളൂ. ഈ ഒരു കമ്പി വിട്ട് കളയും. പക്ഷെ എനിക്ക് ഏറ്റവും നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഈ കമ്പി ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. ഇതിനകത്ത് എണ്ണയോ മറ്റെന്തെങ്കിലുമൊക്കെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അത് ചൂടാക്കി കുക്ക് ചെയ്യുമ്പോൾ അതെല്ലാം കറുത്തു പോകുന്നേ. എനിക്ക് ഭയങ്കര സങ്കടം അത് കാണാനായിട്ട്. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞാൽ എന്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്നേക്കണോട്ടോ. നിങ്ങൾ എന്തിനാ ഇത്രയും പിശുക്ക് കാണിക്കണേ? ഞാൻ ഇങ്ങനെ പിശുക്കാറില്ലല്ലോ ഒന്നിലും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാനുള്ള സാധ്യത ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് കാണാം ഗൈസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.